നമസ്കാരം. ചുരിക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം. നമുക്ക് വേണം റെയിൽവേ മേൽപ്പാലം മാതൃഭൂമി സംഘടിപ്പിച്ച ജനകീയ ചർച്ച പയ്യോളി പെരുമ ഓഡിറ്റോറിയത്തിൽ നടന്നു. മാതൃഭൂമി പയ്യോളി റിപ്പോർട്ടർ CM മനോജ് കുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് എഡിറ്റർ KG ഗിരീഷ് കുമാർ അധ്യക്ഷനായി. വേദിയിൽ PT ഉഷ MP, പയ്യോളി നഗരസഭാ ചെയർമാൻ VK അബ്ദുറഹിമാൻ, വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ പള്ളിവളപ്പിൽ, മുൻ MLA K ദാസൻ, തിക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല സമദ്, വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യണ്ടി, സർക്കുലേഷൻ ഡെപ്യൂട്ടി ചീഫ് മാനേജർ NA ശ്രീജിത്ത്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ C മണികണ്ഠൻ, ബ്യൂറോ ചീഫ് KK അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. സീനിയർ സബ് എഡിറ്റർ മധു K മേനോൻ ചർച്ചയിൽ മോഡറേറ്ററായി. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു. PT ഉഷ MP ചർച്ചയ്ക്ക് ശേഷം ഒടുവിലാണ് സംസാരിച്ചത്. ഷാഫി പറമ്പിൽ MP, കാനത്തിൽ ജമീല MLA എന്നിവരുടെ ആശംസ യോഗത്തിൽ വായിച്ചു. ജനപങ്കാളിത്തം കൊണ്ട് മാതൃഭൂമി സംഘടിപ്പിച്ച റെയിൽവേ മേൽപ്പാലം ജനകീയ ചർച്ച സജീവവും ശ്രദ്ധേയവുമായി. വാർത്തകളും വിശേഷങ്ങളും നിൽക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ചുരിക ഓൺലൈൻ മീഡിയ, മൊബൈൽ 9349010616. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇത് സാധാരണ ഒരു മീറ്റിംഗ് പോലല്ല നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഒരാൾ പറഞ്ഞ പോയിന്റ് മറ്റാൾ ആവർത്തിക്കാതിരുന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ചർച്ചയെ ഒരു ഫലവത്താക്കി മാറ്റി ഇതിൻ്റെ ഒരു അന്തസത്ത ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം അത് റെയിൽവേ ബോർഡിലും റെയിൽവേയിലും കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ബന്ധപ്പെട്ട എല്ലാ അധികാരികളിലും എത്തിക്കുകയും യോജിച്ചു നിന്ന് ഇത് നേടിയെടുക്കാനുള്ള ഒരു തുടക്കമായി മാറ്റുകയും ചെയ്യണം. ഇവിടെയുള്ള പ്രസംഗമില്ല വേണ്ടത് എന്റെ കാഴ്ചപ്പാടിൽ. കാരണം ഇവിടെ കൂടിയിരിക്കുന്ന നൂറുകണക്കിന് ഇതിന്റെ 100 ഇരട്ടി ജനങ്ങൾ പുറത്തിരിക്കുന്നുണ്ട്. ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, ആ ജനങ്ങളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഈ ഒത്തുചേർന്നിരിക്കുന്ന ജനങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളാണ് നിങ്ങളെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തേണ്ടത്. നമുക്കറിയാം, ഞാൻ പയ്യോളി നഗരസഭാ ചെയർമാനായ ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സ്റ്റിയറിംഗ് കമ്മിറ്റി, ഞങ്ങൾ ഒലവക്കോട് പോയി. ആ ഒലവക്കോട് പോയപ്പോൾ ഞങ്ങൾ പോയത് വേറെ ആവശ്യത്തിനാണെങ്കിലും ഇതിന്റെ ഫയലും കൂടി അവിടെ നിന്ന് എടുപ്പിച്ചു പരിശോധിപ്പിച്ചു. അപ്പൊ പാസ്സായിട്ടുണ്ട്. ഇനി കേരള ഗവൺമെന്റ് സ്ഥലം വിട്ടുകൊടുക്കേണ്ട ദൗത്യം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവിടുന്ന് പല പ്രാവശ്യങ്ങളിലും വിളിച്ച് ബന്ധപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു മീറ്റിങ്ങിന് അറേഞ്ച്മെന്റ് ചെയ്തത്. ആ അറേഞ്ച്മെന്റ് പ്രകാരത്തിൽ മീറ്റിങ്ങിന് പോവുകയും സംസാരിക്കുകയും 1-2 പ്രാവശ്യം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്കൊരു ഉപദേശം തന്നു. നിങ്ങള് ഒരു കാര്യം ചെയ്യുക, സർവകക്ഷി യോഗം വിളിക്കണം. ആ സർവകക്ഷി യോഗം വിളിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് നിർദ്ദേശം തരികയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മനോജേട്ടൻ പ്രത്യക്ഷപ്പെടുന്നത് മാതൃഭൂമിക്കൂടി. അപ്പൊ മാതൃഭൂമിക്കൂടിക്ക് വന്നപ്പോൾ വളരെയധികം സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട്, സത്യം പറയാനുണ്ട്. കാരണം എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാനൊരു പേഷ്യന്റിൽ നെഞ്ചത്ത് നിന്ന് വേദന എടുത്തുകൊണ്ട് ആ പേഷ്യന്റിനെയും കാറിലിട്ടുകൊണ്ട് വന്നപ്പോ ഗേറ്റ് അടച്ചു. സത്യമല്ല, 3 വണ്ടി അന്ന് പോയത്. എന്തോ അയാളെ ഈശ്വര സ്വാധീനം കൊണ്ട്, ഈശ്വരന്റെ കഴിവ് ഉള്ളത് കൊണ്ട് അദ്ദേഹം മരിച്ചില്ല. മെഡിക്കൽ കോളേജിലെത്തി സുഖം പ്രാപിക്കുകയും ചെയ്തു. കുറച്ചുകൂടി അത് ഡോക്ടർ പറഞ്ഞതാ, ഒരു 10 മിനിറ്റ് കൂടി നിങ്ങൾ വൈകുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് നിങ്ങൾ തിരിച്ചു കിട്ടുമായിരുന്നില്ല എന്നുള്ളൊരു വാക്കും കൂടി അദ്ദേഹം പറഞ്ഞു. എന്റെ സ്വന്തം കൊണ്ട് അർജന്റായിട്ട് മീറ്റിങ്ങിന് വരുമ്പോ ഗേറ്റ് അടവ്. ആ മരത്തിന്റെ ചോടിൽ നിന്നപ്പോ അവിടെ ഒരു പ്രത്യേക ഒരു പക്ഷിയുണ്ട്, കഴുത്ത് നീണ്ട പക്ഷിയാ. അത് എന്നുണ്ടാക്കി അഭിഷേകം ചെയ്തു. അപ്പൊ ഡ്രസ് മാറ്റാൻ വേണ്ടി ഞാൻ 2 പ്രാവശ്യം അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം ഇതെന്ന് പറഞ്ഞാൽ 72 ട്രെയിനുകളാണ് നമ്മുടെ പയ്യോളി റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നത്. ഈ 72 ട്രെയിനിൽ നിർത്തുമ്പോ ഒരു ട്രെയിനിന് 3 വണ്ടി പോകുമ്പോൾ ഉണ്ടാകുന്ന സമയം നിങ്ങൾക്കറിയാം. 5-10 മിനിറ്റ് നമ്മൾ പോകുന്നുണ്ട്. ആ 10 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ 2 സൈഡിലുള്ള 2 വിഭിന്നമായിട്ടാണ് തുറക്കാറുള്ളത്. കിഴക്ക് ഭാഗത്ത് തുറക്കണമെങ്കിൽ അതിലെ ട്രെയിൻ പോകാനുണ്ട്, തെക്കോട്ട് പോകാനുണ്ടെങ്കിൽ വേഗം തുറക്കും, വടക്കോട്ട് പോകാനുണ്ടെങ്കിൽ കുറെ കഴിയും. അപ്പൊ ആ സമയവും കൂടി നമ്മൾ 2-3 മിനിറ്റ് അങ്ങനെ പോയി. അപ്പൊ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഒരു ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പല പ്രത്യേക സാഹചര്യങ്ങളിലുള്ള സമയത്തടക്കം നമ്മൾ ഈ ട്രെയിൻ ഗതാഗത അസൗകര്യം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ
ഞങ്ങൾ ഏത് വിധേനയും ചെയ്തു തരാമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഈ ഉദ്യമവുമായിട്ട് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. 2020 ജനുവരി 7 ഒരു 10 വയസ്സ് നിങ്ങളെ മുമ്പിലുണ്ടാവും. അത് മാതൃകയുണ്ട്, മനോരമയിലുണ്ട്, എല്ലാ പത്രങ്ങളിലുണ്ട്. 2020 പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിന്റെ 2 ദിവസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കിഡ്നിയിലെ ബോർഡ് മീറ്റിംഗ് ചേർന്ന് 4 മേൽപ്പാലങ്ങൾക്ക് അനുമതി നൽകി. ആ 4 മേൽപ്പാലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നെയ്യാടി കൊല്ലം മേൽപ്പാലം, ആലക്കുളം മുജുകുളം മേൽപ്പാലം, പയ്യോളി 2ാം ഗേറ്റ് മേൽപ്പാലം, ഇരുമൂരി മേൽപ്പാലം. തിക്കോട് മേൽപ്പാലം എന്നത് സംസ്ഥാന ബഡ്ജറ്റിന്റെ ഭാഗമായി 11 കോടി അനുവദിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ വിശദമായിട്ടുള്ള പരിശോധന എല്ലാം നടത്തിയുണ്ടായി. ആദ്യം നടന്നത് മുജുകുളം ആലക്കുളം മേൽപ്പാലത്തിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് റെയിൽവേ വകുപ്പിന് കൈമാറുകയുണ്ടായി. റെയിൽവേ വകുപ്പിന്റെ GDA എന്ന വകുപ്പാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവർക്കത് നൽകിയുണ്ടായി. അപ്പൊ അവർ തിരിച്ചയച്ചത് ചില പ്രശ്നങ്ങളുണ്ട്. തിരുത്തലുകൾ വരുത്തിയിട്ട് വീണ്ടും സമ്പൂർണ്ണമായി തയ്യാറാക്കി അയക്കണമെന്ന് പറഞ്ഞപ്പോൾ ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ചുമതല. റോഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ അതിന്റെ കണ്ണൂരുള്ള ശാഖയിൽ നിന്നാണ് ഇതിന്റെ ആളുകൾ വന്ന് മണ്ണ് പരിശോധനയും അലൈൻമെന്റുകളെല്ലാം തയ്യാറാക്കിയത്. ആ അലൈൻമെന്റുകൾ അവർ പരസ്യപ്പെടുത്തിയിരുന്നില്ല. അത് അനുവദിച്ചപ്പോൾ ഏതാണ്ട് അന്തിമ അനുമതി മുജുകുന്ന് ആനക്കുളം മേൽപ്പാലത്തിന് ലഭിക്കുകയുണ്ടായി. ഇവിടെ കൊല്ലം നെല്ലിയാടിക്കും പയ്യോളി 2ാം ഗേറ്റാണ്. കൊല്ലം നെല്ലിയാടി മേൽപ്പാലത്തിന് 29 കോടി 39 ലക്ഷം രൂപയാണ്. അത് ഭൂമി ഏറ്റെടുക്കേണ്ട നഷ്ടപരിഹാരം ഉൾപ്പെടെയാണ്. അത് 410 മീറ്ററാണ് ഇതിന്റെ. അവിടെ അവർ ഭൂമി ഏറ്റെടുക്കേണ്ടത് 1 ഏക്കർ 5 സെന്റ് ഭൂമിയാണ്. ഇവിടത്തെ മേൽപ്പാലത്തിന് 28 കോടി 57 ലക്ഷം രൂപയാണ്. പയ്യോളി മേൽപ്പാലത്തിന് ഇതിന്റെ നീളം 348 മീറ്ററാണ്. ആകെ നീളം. ഇത് 108 സെന്റ് സ്ഥലമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പൊ ഭൂമിയുടെ റേറ്റും ഈ കിഡ്ബി അനുവദിച്ച ഫണ്ടിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കിഡ്ബി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഭൂമി ഏറ്റെടുക്കാൻ നടപടി ഉള്ളതുകൊണ്ട് ഈ മേൽപ്പാലത്തിന്റെ ഭൂമി ഏറ്റെടുക്കാൻ ഒരു സ്പെഷ്യൽ ദാസനാണ്, ലാൻഡ് അക്വിസിഷൻ ദാസനാണ്. അദ്ദേഹത്തിന് ചുമതല കൊടുക്കുകയും പ്രത്യേകമായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് തീരുമാനിക്കാം. ഇരിങ്ങൽ മേൽപ്പാലം അന്ന് 25 ലക്ഷം രൂപയാണ്. അതിന് നടപടികൾ തന്നെ ഈ മാങ്ങാപ്പറമ്പോ മാമൂൽപ്പാറമ്പ് അല്ലെ, മാമൂൽപ്പാലയിൽ നിന്ന് തുടങ്ങി നമ്മളെ ക്ഷേത്രത്തിന്റെ പേര് എനിക്കറിയില്ല, ക്ഷേത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിന്റെ സുബ്രഹ്മണ്യ ക്ഷേത്രം, അതിന് അവിടെ 2 വീടുകൾക്ക് കാര്യമായി പരിക്കേറ്റു. അവിടെ വേറൊരു കേസില്ല. പയ്യോളിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നേരത്തെ മേലടി ബ്ലോക്ക് ഓഫീസിന്റെ ആ ഭാഗം നോക്കിയിരുന്നു, 3 അലൈൻമെന്റ് നോക്കിയിരുന്നു. അവസാനം അവർ സെലക്ട് ചെയ്തത് ഈ ഇവിടെ ഒന്നും നടക്കില്ല, 2ാം ഗേറ്റിന്റെ ഭാഗത്ത് നടക്കില്ല, കുറച്ചും കൂടി അപ്പുറം വിട്ടിട്ടാണ് അവരെടുത്തത്. അതിന്റെ മറുഭാഗത്തിൽ കോളനിയുണ്ട്, ഭാഗമാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ ഒരു ടെസ്റ്റ്, സോയിൽ ടെസ്റ്റും ഇതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതാണ്. ഈ 5 മേൽപ്പാലത്തിൽ കൂടി കേരള ഗവൺമെന്റ് കിഡ്ബിയിൽ അനുവദിച്ച 130 കോടിയാണ്. മൊത്തം 130 കോടി രൂപയാണ് ഇതിനു വേണ്ടി അയച്ചത്. അപ്പോൾ ഈ 348 മീറ്ററുള്ള ഒരു മേൽപ്പാലം
അവരുടെ അപ്രൂവൽ ഇത് കിട്ടണം. അപ്പോൾ GADയുടെ അപ്രൂവൽ കിട്ടാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് ഏറ്റെടുക്കൽ നടപടിയിലേക്ക് കഴിയും. പിന്നെ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് ഫോർമൽ നോട്ടിഫിക്കേഷൻ, സിസ്റ്റർ നോട്ടിഫിക്കേഷൻ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി നടക്കും. അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ നടപടി അതിൻ്റെ ഭാഗമായി. ഈ മുജുകുന്ന് ആലക്കുളം മേൽപ്പാലത്തിന് അതിൻ്റെ പദ്ധതി രേഖയ്ക്ക് മുഴുവൻ അംഗീകാരവും റെയിൽവേ നിർദ്ദേശിച്ച ചില മാറ്റങ്ങളോടുകൂടി ഇപ്പോൾ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിയും ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ഇരിങ്ങിൽ നിന്ന് കോട്ടക്കലേക്കുള്ളതാണ്, കോട്ടക്കലാണ് ഇതിൻ്റെ. അതിന് ULCCയുടെ നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. ULCC ഇവരുടെ എസ്റ്റിമേറ്റ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ തയ്യാറാക്കുമ്പോൾ തന്നെ അവരും ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് ഇതിൻ്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. അപ്പോൾ 4 മേൽപ്പാലത്തിനും പണത്തിൻ്റെ ഒരു പ്രശ്നമോ അനുമതിയുടെ പ്രശ്നമൊന്നുമില്ല. ഇനി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഇതിന് അംഗീകാരം കൊടുക്കുകയും ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളാണ് ഇനി എടുക്കുന്നത്. അതിൻ്റെ മൊത്തം പണം കേരള ഗവൺമെൻറ് ഇപ്പോൾ ഇതിന് നീക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഇതെല്ലാം അതിൻ്റെ കിഡ്ബിയുടെ ഇതിൽ നിങ്ങൾക്ക് കയറി നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ പൂർണ്ണമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഏതായാലും വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പലരും ഇത് നമ്മൾ ദുരിതങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദുരിതത്തിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, എല്ലാ മേൽപ്പാലങ്ങളുടെയും മാറ്റങ്ങൾ. ഇപ്പോൾ തിക്കോടിയിലേതും ഇത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പയ്യോളി, അകലാപ്പുഴ, നെല്ലിയാടി ഇത് 3 റെയിൽവേ ബഡ്ജറ്റിൽ വന്നതാണ്. നിരന്തരമായ ടോക്കൺ മണി അവർ വെക്കുന്നുണ്ട് ഈ 3 പാലത്തിൽ. എന്നാൽ ഇരിക്കുന്ന ഉണ്ടായില്ല. പക്ഷേ ഈ 3 പാലത്തിനും റെയിൽവേ ടോക്കൺ മണി വെച്ചുകൊണ്ട് അത് പുതുക്കലുണ്ട്. എല്ലാ ബഡ്ജറ്റിലും അവരത്. ഇവിടെ ചർച്ച നടത്തുന്ന നമുക്ക് വേണം റെയിൽവേ മേൽപ്പാലം എന്ന മാതൃഭൂമി സംഘടിപ്പിക്കുന്ന ജനകീയ ചർച്ചയ്ക്ക് തിക്കോടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച 5 ദുരിത ഗേറ്റുകളിൽ 2 ഗേറ്റുകൾ തിക്കോടി പഞ്ചായത്തിലാണ് ഉള്ളത്. ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന 2 പ്രധാനപ്പെട്ട റോഡുകളിലൂടെയാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. തിക്കോടി ടൗണിൽ നിന്നും തിക്കോടി പഞ്ചായത്തിൽ നിന്നും പോകുന്ന 2 പ്രധാനപ്പെട്ട റോഡുകൾ. തീർച്ചയായിട്ടും നമുക്കും വേണം ഈ റെയിൽവേ മേൽപ്പാലം. നമ്മളുടെ ജനങ്ങളുടെ എല്ലാം തന്നെ ദുരിതം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണമെന്നും എത്രയും വേഗം തന്നെ ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാകണമെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ അഭിനന്ദനം പറഞ്ഞതുപോലെ ഞങ്ങൾ 2 പ്രാവശ്യം പാലക്കാട് പോയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ സാറിന്റെ ഒപ്പം പാലക്കാട് പോയി കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ PT ഉഷ മേഡത്തിന്റെ വീട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് സ്ഥലം വിട്ടുകിട്ടാത്ത പ്രശ്നം കൊണ്ടാണ്. ഫണ്ടൊക്കെ റെഡിയാണ്, സ്ഥലം വിട്ടുകിട്ടാത്ത പ്രശ്നമാണെന്ന്. അതിനെക്കുറിച്ച് ഇപ്പം നമ്മുടെ മുൻ MLA പ്രതിപാദിച്ചിട്ടുണ്ട്. എന്റെ കാര്യം പറയാനുണ്ടെങ്കിൽ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കണമെങ്കിൽ ആ സമയത്തിന്റെ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടാലേ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. കാരണം ബൈക്കിലായാലും ഓട്ടോയിലായാലും 3-4 വണ്ടി പോയി കഴിഞ്ഞാൽ മാത്രമേ റെയിൽവേ ക്രോസ് കടന്നു പോകാൻ പറ്റുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി മാതൃഭൂമി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ആദ്യമായി ഇത്തരമൊരു ജനകീയ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ച മാതൃഭൂമിയെയും അതോടൊപ്പം തന്നെ ഈ ചർച്ച സംഘടിപ്പിക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച് കൊണ്ടിരിക്കുന്ന മാതൃഭൂമിയുടെ പയ്യോളി റിപ്പോർട്ടർ മനോജ് കുമാർ ഉൾപ്പെടെയുള്ള മാതൃഭൂമി കുടുംബാംഗങ്ങളെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. എന്തിന് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് ബഹറിനിൽ ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ പോകേണ്ട ആളാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യക്ക് കിട്ടിയതായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഗ്ലാസ്ഗോയിലേക്ക് പോകണം. കേരളത്തിലെ വലിയ ഒളിമ്പിക്സ് ആണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. എനിക്ക് അവിടെയും പോകണം. എനിക്ക് മന്ത്രി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇനോഗ്രേഷന് പറ്റിയിട്ടില്ല, ക്ലോസിങ്ങിനെ പറ്റിയിട്ടില്ല, എനിക്ക് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം വന്ന് പ്രത്യേകമായിട്ട് കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാനൊക്കെ ഞങ്ങൾ പരിപാടി ചെയ്യാമെന്ന്. അപ്പം അതിനിടയിൽ മാതൃഭൂമി ഈ നാട്ടുകാർക്ക് വേണ്ടി നല്ലൊരു
എന്താ പറയുക മുന്നോട്ട് വന്നു നമ്മളെ ഇതുമായിട്ട് റെയിൽവേ മേൽപ്പാതയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഞാൻ പ്രയോറിറ്റി കൊടുത്തത് നാട്ടുകാരുടെ ഈ പ്രശ്നത്തിലാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ബാക്കി എനിക്ക് നെക്സ്റ്റ് ആണ്. അപ്പം പിന്നെ ഞാനൊരു രാജ്യസഭാ MP ആയതുകൊണ്ട് എനിക്ക് എൻ്റെ MP-യിലൊക്കെ നമുക്ക് ഇന്ത്യക്ക് മൊത്തം കൊടുക്കാം. പക്ഷെ ഞാൻ എൻ്റെ എല്ലാ MP-യിലും കേരളത്തിലെ വികസനത്തിനാണ് ഞാൻ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ കേരളത്തിലെ വികസനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ മൊത്തം കൊടുക്കുമെങ്കിലും എനിക്ക് എൻ്റെ നാട് പ്രിയപ്പെട്ടതാണ്. അപ്പൊ ഞാൻ എൻ്റെ നാട്ടിലിരിക്കുമ്പോൾ ഞാൻ MP ആവുന്നതിന് മുമ്പ് ഞാൻ ഓരോ MP-ക്കും ഓരോ വർഷം ഒരു ഗ്രാമം ദത്തെടുക്കാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അതെന്താണെന്ന് അറിയാൻ. അപ്പൊ ഞാൻ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഇവിടെ നമ്മളെ കോഴിക്കോട് ജില്ലയിൽ തീരെ ഡെവലപ്മെന്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഗ്രാമം പോയിട്ട് അഡോപ്റ്റഡ് ആക്കണം, ദത്തെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ജില്ലയിലെ നേതൃത്വത്തിനെ പോയി കാണും. അപ്പൊ അങ്ങനെ ഞാൻ നമ്മുടെ ജില്ലാ നേതൃത്വത്തെ പോയി ഞാൻ കണ്ടു, ഞാൻ കലക്ടറെ കണ്ടു, ഞാൻ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. പക്ഷെ എനിക്ക് അന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടിയത് അതൊന്നും നടത്താൻ അങ്ങനെ ഒരു സംഭവം ഒന്നും നമുക്കൊന്നും എളുപ്പമൊന്നുമില്ല, അതൊന്നും ചെയ്യാനും പറ്റില്ല, ഒരു MP-മാരും അത് ചെയ്യാറില്ല, ഇന്നുവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ പോയിന്റ് എനിക്ക് പെട്ടെന്ന് അതാണ് എന്റെ മോട്ടിവേഷൻ. എന്തുകൊണ്ട് പറ്റില്ല? അപ്പൊ ഇങ്ങനെ ഒരു സ്കീം പിന്നെ എന്തിനാണ്? അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞ് പഠിച്ച് അവസാനം എന്റെ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ച അഡോപ്റ്റഡ് ഗ്രാമം ഞാനത് പള്ളിക്കത്തോട്, കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടേക്ക് കൊണ്ടുപോയി. അപ്പൊ പള്ളിക്കത്തോട് പോയിട്ട് അവിടെ ഈ പ്രധാനമന്ത്രിയുടെ സ്കീമിലും ഒരുപാട് നല്ല സ്കീമുകളുണ്ട്. അതിൽ നമുക്ക് റോഡ് നന്നാക്കാം, ലൈറ്റ് പിടിപ്പിക്കാം, ഹെൽത്ത് സെന്റർ കൊണ്ടുവരാം, അങ്കണവാടി കൊണ്ടുവരാം, സ്മാർട്ട് അങ്കണവാടി കൊണ്ടുവരാം, വീട്, കുടിവെള്ളം, ലൈബ്രറി, ഇൻഷുറൻസ് ചെയ്യാൻ കുട്ടികളെ, നമുക്ക് ആംബുലൻസ്, കളിസ്ഥലം, ഒരുപാട്. ഇതൊന്നും നമ്മൾ പക്ഷെ MP-മാർക്ക് ഇതൊന്നും എളുപ്പമല്ല, കുറച്ച് അധ്വാനിക്കണം, അപ്പോഴേ ഇതൊക്കെ നേടിയെടുക്കാനാവും. ഇതിലൊക്കെ മിനിസ്ട്രീസ് ഉണ്ട്. ആ മിനിസ്ട്രീസിന്റെ അണ്ടറിൽ പോയിട്ട് ഓരോ മിനിസ്റ്ററെയും കണ്ട് നമ്മൾ അവരോട് സംസാരിച്ച് പിന്നെ അംഗവൈകല്യ ആൾക്കാർക്ക് എക്യുപ്മെന്റ്സ് കൊടുക്കാം, ഒരുപാട് സ്കീമുകൾ. അങ്ങനെ ഇതിന്റെ എന്തൊക്കെ സ്കീമുണ്ടോ അതൊക്കെ മനസ്സിലാക്കി അവരൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പ്രധാനമന്ത്രിയുടെ 73 സ്കീമോ മറ്റവിടെ നന്നാക്കി ഭംഗിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പള്ളിക്കത്തോട്. നെക്സ്റ്റ് ഗ്രാമം എനിക്ക് കണ്ടെത്തണം. അപ്പൊ അങ്ങനെ ചെയ്ത് വന്ന് പിന്നെ ഇവിടെ എന്താ പറയാ, പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിൽ ഡെവലപ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയം ഉണ്ടാവരുത്. നമ്മുടെ കേരളത്തിൽ വികസനം ഉണ്ടാവണം. അപ്പൊ നമുക്ക് രാഷ്ട്രീയമാണ് വലുത്, രാഷ്ട്രീയമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും, നിങ്ങളൊപ്പം കൂടെ നിൽക്കുവാണെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും, അതിന് സംശയം വേണ്ട. അങ്ങനെ ഞാൻ MP ആയതിനു ശേഷം പ്രവർത്തന പദ്ധതി 2 ഘട്ടമാക്കി മാറ്റി. ഒന്ന് ആദ്യത്തെ 3 വർഷം, രണ്ടാമത്തെ 3 വർഷം. അപ്പൊ ആദ്യ 3 വർഷത്തിലേക്കുള്ള മുൻഗണനാ പദ്ധതികളിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളും പ്രദേശത്തെ ദീർഘകാല വികസന ലക്ഷ്യങ്ങളും മുൻനിർത്തി രൂപപ്പെടുത്തി. 80 കോടി രൂപയുടെ മേൽപ്പാത അടിപ്പാത കൊണ്ടുവരാൻ സാധിച്ചു. 20 കോടി രൂപയുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് അടുത്ത് തന്നെ നമുക്ക് അതും കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെ അടുത്ത് തന്നെ അതും പ്രാവർത്തികമാക്കും. പിന്നെ എന്റെ പ്രയോറിറ്റി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല് പയ്യോളി ബീച്ച് ഫിഷ് ലാൻഡിംഗ് സെന്റർ പദ്ധതിയായിരുന്നു. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും തീരദേശ ടൂറിസത്തിന് പുതിയ ചൈതന്യം നൽകുന്നതിനുമായി പയ്യോളി ബീച്ചിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിക്കാനുള്ള പദ്ധതി കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും പരിഗണനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ നിരന്തരമായിട്ട് അതിന്റെ പഠന പ്രക്രിയയും പ്രാഥമിക രൂപരേഖയും പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞാൻ. അതിനു വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സെൻട്രൽ മിനിസ്ട്രിയെ കണ്ടിട്ടുണ്ട്. 60-40 സെൻട്രൽ ഗവൺമെന്റ് ചെയ്യും, 40% നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ജോർജ് കുര്യൻ മിനിസ്റ്ററുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാറുണ്ട്. ഞാൻ ഇവിടെ വന്ന് മുഖ്യമന്ത്രിനെ നേരിട്ട് പോയിട്ട് ക്ലിഫ് ഹൗസിൽ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ സജി ചെറിയാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിൽ പോസിറ്റീവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ആഗ്രഹം എനിക്ക്, കാരണം കടപ്പുറത്തുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടറിഞ്ഞ ആളാണ്. എനിക്ക് ബുദ്ധിമുട്ട് അസലായിട്ട് അറിയാം. കാരണം ഞാൻ സ്പോർട്സ് തുടങ്ങിയ കാലം മുതൽ കടപ്പുറത്ത് പരിശീലിച്ച് വന്ന ആളാണ്.
അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ തീർച്ചയായിട്ടും അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്, കൊണ്ടുവരാൻ ഞാൻ പരമാവധി ശ്രമിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പിന്നെ എന്റെ പ്രയോറിറ്റി കായിക താരങ്ങളുടെ വളർച്ചയ്ക്കും യുവജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ 10 കോടി രൂപയിലധികം വരുന്ന പ്രത്യേക പാക്കേജ് ഉപയോഗിച്ച് പയ്യോളി ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ സമഗ്ര നവീകരണം ലക്ഷ്യമാക്കി പദ്ധതി തയ്യാറാക്കി. സിന്തറ്റിക് ട്രാക്ക്, ഡ്രെയിനേജ് സംവിധാനങ്ങള്, ലൈറ്റിങ്, പ്രേക്ഷക ഗാലറി എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു ആ പദ്ധതി. എന്റെ ക്യാമ്പ് ഓഫീസിൽ നടന്ന ആദ്യ ചർച്ച അത് വിജയകരമാണെങ്കിലും രണ്ടാമത്തെ ഘട്ട ചർച്ച വികസന വിരോധമായ പല ആൾക്കാരുടെ സമീപനത്തെത്തുന്ന തടസ്സപ്പെട്ടു പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല, സ്പോർട്സുകാരിയാണ്. ഞാൻ മുന്നോട്ട് വന്ന് ഇതിന് ശ്രമിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ ഒപ്പം നിൽക്കണം. കൂടെ നിൽക്കുവാണെങ്കിൽ നമുക്ക് അതിഭംഗിയാക്കാൻ പറ്റും. ആ പയ്യാട് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്ത് നശിച്ച് കിടക്കുകയാണ് ഇപ്പം. ഒരു വെള്ളം എന്താ പറയാ, ഈ ഗ്രൗണ്ടിലെ മണ്ണൊക്കെ തന്നെ റോഡിലേക്ക് ഇറങ്ങിപ്പോയി. ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റുമോ? പ്രോപ്പറായിട്ട് ഓടുന്ന റട്ടലിട്ടാണ് അവിടെ എപ്പോഴും ഇഞ്ചുറി വരും. അപ്പൊ പയ്യോളിയിലെ കേരളത്തിലെ കായിക ഹബ്ബാക്കാനുള്ള സ്വപ്നം നമുക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനാൽ പദ്ധതി വീണ്ടും ഉയർത്തിപ്പിടിക്കാനും പയ്യോളിയുടെ ഭാവി വികസനത്തിനായി ജനകീയ കൂട്ടായ്മയായി മുന്നോട്ട് വരാൻ ഞാൻ പയ്യോളിക്കാരിയായ നിലയിൽ നിങ്ങളോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ഉണ്ട്, സമയം വൈകിട്ടില്ല. തിക്കോടി ഇനി എന്റെ പ്രയോറിറ്റി ഉണ്ടായിരുന്ന തിക്കോടി ഗ്രാമപഞ്ചായത്തിലെ മുക്കം ഉന്നതിയുടെ സമഗ്ര നവീകരണം. ഏകദേശം 70 വർഷമായി ദുരിതം അനുഭവിക്കുന്ന തിക്കോടി പഞ്ചായത്തിലെ മുക്കം പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി സമഗ്ര പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. റോഡ്, കുടിവെള്ളം, ശുചിത്വം, ലൈറ്റിംഗ്, സമൂഹ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി. ഊരാളിന്റെ സൊസൈറ്റിയുമായി സഹകരിച്ച് സമഗ്ര കോളനി വികസനം ലക്ഷ്യമിട്ട് 80 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ എന്റെ MP-യിലായിരുന്നു തന്നെ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. ഈ പദ്ധതി ഗ്രാമം മാതൃകയിൽ നടപ്പാക്കപ്പെടണം. പ്രദേശ വികസനത്തിന്റെ മികച്ച മാതൃകയായി തീരുകയും ചെയ്യുന്ന ഉറപ്പാണ്. എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ്, എന്റെ വീടിന്റെ അടുത്ത് 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു മുക്കം കോളനി ഒന്നുമില്ലാത്ത രീതിയിൽ ദുരിതം അനുഭവിച്ചു 70 വർഷമായിട്ട്. ഓരോ MP-മാർക്കും 1 കോടിയിൽ അധികം രൂപ ഈ SC STക്ക് വേണ്ടി മാത്രം ചെലവാക്കാനുള്ള പ്രൊവിഷൻ ഇരിക്കുമ്പം എന്തുകൊണ്ടാണ് ഈ 3 കിലോമീറ്റർ അകലെയുള്ള മുക്കം കോളനിയിലെ ആൾക്കാർ ഇത്ര ദുരിതത്തിൽ എന്നുള്ളത്? അതുകൊണ്ടാണ് സ്വയം ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഈ മുക്കം കോളനി നന്നാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളൊക്കെ സഹകരിക്കുകയാണ് വേണ്ടത്. ഇനി പയ്യോളി റെയിൽവേ സ്റ്റേഷൻ നവീകരണം, മേൽപ്പാലം നിർമ്മാണം. പയ്യോളി റെയിൽവേ സ്റ്റേഷൻ നവീകരണവും മേൽപ്പാലം നിർമ്മാണവും സംബന്ധിച്ച് ഞാൻ പാലക്കാട് ഡിവിഷനിലെ MP-മാരുടെ 2 യോഗങ്ങളിൽ ആവശ്യപ്പെട്ടിരുന്നു. റെയിൽവേ ജനറൽ മാനേജർ തന്ന ലിഖിത മറുപടിയിൽ വിഷയത്തിൽ അനുകൂല നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയ നവീകരണവും പ്രാഥമിക മെച്ചപ്പെടുത്തലുകളും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നിലവിലുള്ള ഗേറ്റ് വരെ 15 മീറ്റർ നീട്ടാനുള്ള നടപടികൾ റെയിൽവേ സ്വീകരിച്ചിട്ടുണ്ട്. ആധികാരികമായ രേഖ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഞാനിത് വെറും വായ കൊണ്ട് പറയുന്നതല്ല. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആധികാരികമായി എൻ്റെ അടുത്ത് രേഖകളുള്ളതാണ്, പ്രോപ്പറാണ്, വെറുതെ പറയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ബാർ പറയുന്നത് ഞാൻ അത്തലത്താണ്, രാഷ്ട്രീയക്കാരി അല്ല എന്നുള്ളത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. പയ്യോളി LC 211 2ാം ഗേറ്റ് മേൽപ്പാലത്തിനായി നൽകിയ അപേക്ഷ 15/5/2025 റെയിൽവേ മന്ത്രാലയം പരിഗണിച്ച് തുക പൂർണ്ണമായും റെയിൽവേ വഹിക്കുമെന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. 100%. കേരളത്തിൽ അനുവദിച്ച 55 മേൽപ്പാലങ്ങളിൽ ഒന്നാണിത്. 55ലാണ് ഒന്ന് പയ്യോളി ഉള്ളത്. പദ്ധതി ആദ്യമായി 2016 മോദിജിയുടെ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്ന് നിശ്ചലാവസ്ഥയിലാവുകയായിരുന്നു. 2023 റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ജിയെയും ജനറൽ മാനേജരെയും നേരിട്ട് കണ്ടും അപേക്ഷ സമർപ്പിച്ച് പദ്ധതി പുനർജീവിപ്പിച്ചു. ഇപ്പോൾ റോഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും റെയിൽവേയും ചേർന്ന് ചെലവ് വിഭജന അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജ് ROB പദ്ധതി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പാലക്കാട് ഡിവിഷനിൽ 27/8/25 ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് GAD അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ആസ്ഥാനമായ ചെന്നൈയിലെ അന്തിമ അംഗീകാര നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീഫ് ബ്രിഡ്ജ് എഞ്ചിനീയറിന്റെ അനുമതിക്ക് ശേഷം റെയിൽവേ ഭാഗത്തെ ടെൻഡർ പ്രക്രിയ ആരംഭിക്കും. ഈ ഡ്രോയിങ് ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഡ്രോയിങ് എന്താണെന്നുള്ളത്
ആരും പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള പല ആൾക്കാരും അതിന് വളരെയധികം ആശങ്കപ്പെട്ടിട്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതുവരെ ഡ്രോയിങ് എങ്ങനെയാണെന്നുള്ളത് പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാതൃഭൂമിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ആശങ്ക അവരെ അറിയിക്കാം. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണവും ലാൻഡ് അക്വസിഷനും റോഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർവഹിക്കും. 2025 ജൂൺ 23 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തില് ഈ പദ്ധതി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡ് ബ്രിഡ്ജ് ചുമതലയുള്ള സുഹാസ് IAS ആയി 2 തവണ സംസാരിക്കുകയും റെയിൽവേ ആസ്ഥാനത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ സുഹാസ്ജിയായിട്ട് സംസാരിച്ചു, 2 തവണ സംസാരിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ അബ്ദുൾ റഹ്മാൻ അവരുമായി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയതും 2 തവണ ഞാൻ ഈ മുനിസിപ്പൽ ചെയർമാനായിട്ട് ഈ കാര്യത്തിൽ ഞാൻ ചർച്ച നടത്തിയതായിട്ട് ഞാൻ പറയുകയാണ്. പിന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ തുടക്കം മുതൽ പിന്തുണ നൽകിയ BJP മുൻ പ്രസിഡന്റ്, സംസ്ഥാന സമിതി അംഗം AK ബൈജു, മാതൃഭൂമി പത്രത്തിന്റെ മാധ്യമ പ്രവർത്തകനായ മനോജ് തുടങ്ങിയവർക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാണ്. ജനങ്ങളുടെ ഐക്യ സഹകരണവും രാഷ്ട്രീയപരമായ സഹനശേഷിയും ഉണ്ടെങ്കിൽ പയ്യോളി പോലുള്ള ഒരു പ്രദേശം കേരളത്തിലെ വികസനാഭിനിയില് ഉയർന്ന സ്ഥാനത്ത് എത്തുന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഞാനൊരു അത്ലറ്റാണ്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുക. ഇതിൽ നമുക്ക് രാഷ്ട്രീയം വേണ്ട, രാഷ്ട്രമാണ് വലുത്. ഒപ്പം നിന്നാൽ നമുക്ക് പയ്യോളിയെ അതിഭംഗിയായിട്ടുള്ള ഒരു പയ്യോളിയാക്കി മാറ്റാനായിട്ട് സാധിക്കും.